അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ദിവസം മരണത്തോടുകൂടി മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിക്കുന്ന നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. മരണപ്പെട്ട മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവരുടെ നാവ് കൊണ്ട് മരണപ്പെട്ട ആളുകളെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നത് ജിന്നുകളുടെ പണിയാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട അസ്തിത്വമുള്ള ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ജിന്നുകൾ എന്നും നമ്മൾ പറഞ്ഞു. അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, കളിമണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതുപോലെ തന്നെ ജിന്നുകളെ കുറിച്ച് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ജിന്നുകളെ അള്ളാഹു തആല സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. മനുഷ്യരെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ജിന്നുകൾ. നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും നിയമങ്ങളുണ്ട്. നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും മതമുണ്ട്, വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ അതിൻ്റെ രൂപത്തിൽ വ്യത്യാസം കാണും. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ജിന്നുകളിലേക്കും അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചിരുന്നു, മനുഷ്യരിലേക്ക് പ്രവാചകന്മാരെ അയച്ചതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക മദീന കാലഘട്ടത്തിൽ സംഘമായി ജിന്നുകൾ നബി തങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു, ദീൻ പഠിക്കാൻ, ഇസ്ലാം പഠിക്കുന്നതിനും ഖുർആൻ പഠിക്കുന്നതിനും ഒക്കെ വേണ്ടി. നബി തങ്ങൾ മക്കയിൽ താമസിക്കുന്ന സമയത്താണ് മക്കക്കാരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് എന്തെങ്കിലും ഒരു വഴി, ഒരു പ്രതീക്ഷ ലഭിക്കുന്നതിന് വേണ്ടി തായിഫിലേക്ക്, തങ്ങളുടെ മാതാവിൻ്റെ കുടുംബക്കാരെ താമസിക്കുന്ന തായിഫിലേക്ക് പോകുന്നത്. അവിടെ ചെന്നു അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നബി തങ്ങളെ കല്ലെറിഞ്ഞ് ഓടിച്ചു. കല്ല് ഏറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ ദൂരം ഓടിയതിനു ശേഷം ഒരു തോട്ടത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ രക്തം വാർന്നൊലിച്ചതിന്റെ പേരിൽ നബി തങ്ങൾക്ക് ബോധക്ഷയം ഉണ്ടാകുന്നു. ബോധം വരുന്ന സന്ദർഭത്തിൽ ആ തോട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. ആ സമയത്താണ് അതുവഴി സഞ്ചരിച്ചു പോകുന്ന ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടം ജിന്നുകൾ ഒരു മനുഷ്യൻ നമസ്കരിക്കുകയും നമസ്കാരത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഖുർആനിന്റെ വചനങ്ങൾ ഓതുകയും ചെയ്യുന്നത് കേട്ട് അവര് ശ്രദ്ധയോടെ നിന്നു. അതിനെക്കുറിച്ച് ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. അവര് ശ്രദ്ധിച്ച് മുഴുവൻ കേട്ടതിന് ശേഷം ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും അവര് പറഞ്ഞു, ഇതൊരു അത്ഭുതകരമായ ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥത്തിനല്ലാതെ ഇത്ര കൃത്യമായ ഘടനയിലും കോർവയിലുമൊക്കെ അവതരിക്കാൻ സാധിക്കുകയില്ല. യഹ്ദി ഇല റുശ്ദി. ആ ഖുർആൻ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആ ഖുർആനിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചാൽ അത് ഞങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഫആമന്നാ ബി. ഞങ്ങൾ അതുകൊണ്ട് ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ. ഒരിക്കലും നമ്മളുടെ റബ്ബായ അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് നബി തങ്ങൾ നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേട്ട ജിന്നുകളുടെ സംഘം മറ്റ് ജിന്നുകളുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഹദീസുകളിൽ കാണാം, നബി തങ്ങളുടെ അടുക്കൽ പല പ്രാവശ്യം, ഒരിക്കൽ നബി തങ്ങളെ രാത്രിയിൽ കാണാതെയായി. സഹാബാക്കൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. കാരണം രാത്രിയാണ്, തങ്ങളെ കാണുന്നില്ല, ശത്രുക്കൾ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞു. സുബഹിയോട് അടുത്ത സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഒരു തോട്ടത്തിൽ നിന്ന് നടന്നു വരുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹുമായി ഒരിക്കൽ ഇതേപോലെ രാത്രിയിൽ നബി തങ്ങൾ വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. മണ്ണിലൊരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിൽ ഇരിക്കാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ അല്പം ദൂരേക്ക് നടന്നുപോയി. കോലിൽ തുണി ചുറ്റിയതുപോലത്തെ കുറെ രൂപങ്ങൾ അവിടെ വന്നു എന്ന് അദ്ദേഹം പറയുന്നു.
അവര് സുബഹി ആകുന്നത് വരെയും നബിതങ്ങളുടെ അടുക്കൽ ഇരുന്ന് ഖുർആൻ പഠിക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ അവരുടെ രൂപം കണ്ടു തന്നെ ഭയപ്പെട്ടു പോയി. പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വട്ടം വരച്ചിട്ട് അതിൽ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതുപോലത്തെ ധാരാളം സംഭവങ്ങൾ കാണാം. നബിതങ്ങളുടെ അടുക്കൽ ജിന്നുകൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടി വന്നു. കാരണം നബിതങ്ങൾ അല്ലാഹു തആല മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് അയച്ചത്. ഖുർആനിലും ഹദീസിലും അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ കാണാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജിന്നുകൾ തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതമോ ഘടനയോ ഒന്നുമല്ല ജിന്നുകൾക്ക്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, അവർക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ രൂപം മാറാൻ സാധിക്കും. ഈ ജിന്നുകളിൽപ്പെട്ട മോശമായ ജിന്നുകളെയാണ് പിശാച് എന്ന് നമ്മൾ പറയുന്നത്. രൂപം മാറാൻ സാധിക്കും. സ്വപ്നത്തെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടത്. ഇന്ന ശൈത്താന ലാ യതമത്തലു ബി. കാരണം പിശാചിന് ഏത് രൂപവും എടുക്കാൻ സാധിക്കും, പക്ഷെ എന്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മളുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിലെല്ലാം ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. നല്ല മനുഷ്യരുടെ രൂപത്തിൽ പിശാച് അവരുടെ അടുക്കലേക്ക് വരികയും നല്ലവരായ ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും നമ്മളുടെ മഹാന്മാരുടെ ചരിത്രത്തിലും കാണാൻ സാധിക്കും. ഏത് രൂപത്തിലും അവർക്ക് രൂപം മാറാൻ സാധിക്കും. ഒരു ചാട്ടത്തിന് ആകാശത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. മഖാഇദ ലിസ്സംഇ. ആകാശത്തിൽ അല്ലാഹു തആല മലക്കുകളോട് ഭൂമിയിൽ നടപ്പിലാക്കേണ്ട തീരുമാനങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത്, മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നത് ആകാശത്തിലേക്ക് പോയി കട്ട് കേട്ടിട്ട് ജിന്നുകളെ സേവിച്ച് അവരെ അടിമകളാക്കി അവരെ ഇഷ്ടക്കാരാക്കി വെച്ചിരിക്കുന്ന മന്ത്രവാദികൾക്കും ജ്യോത്സ്യന്മാർക്കുമൊക്കെ അവർ വന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ഒരു ചാട്ടത്തിന് ആകാശത്തിലേക്ക് പോകാൻ സാധിക്കും. വളരെ ദൂരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ചുരുങ്ങിയ സമയം കൊണ്ട്. ഖുർആനിൽ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് ജിന്നുകളെയും മനുഷ്യരെയും പൂർണ്ണമായി കീഴ്പ്പെടുത്തി ഭരിച്ച ഭരണാധികാരി. ഇസ്ലാമിക വിശ്വാസത്തിലും അതേപോലെ യഹൂദർക്കും ക്രൈസ്തവർക്കും വലിയ മഹത്വമുള്ള പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇപ്പോഴും യഹൂദർ ഫലസ്തീൻ അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന ആ പ്രദേശത്ത് ഇത്രയും കടുത്ത അക്രമങ്ങൾ നടത്തി ആ പ്രദേശം പിടിച്ചെടുക്കുന്നതിന്റെ പിന്നിലുള്ള അവരുടെ പ്രധാനപ്പെട്ട അജണ്ട സുലൈമാൻ നബി അലൈഹിസ്സലാം സോളമന്റെ കാലത്ത് സോളമൻ ഫലസ്തീൻ കേന്ദ്രമായി ഭരിക്കുകയും അവിടെ അദ്ദേഹത്തിന്റെ ക്ഷേത്രം സ്ഥാപിക്കുകയും വലിയ കോട്ട മതിൽ കെട്ടി യഹൂദർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ആ കാലം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മസ്ജിദുൽ അഖ്സ പൊളിച്ച് അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ന് പണിഞ്ഞു എന്ന് അവർ വിശ്വസിക്കുന്ന ആ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ നടക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാണുന്നതിന് വേണ്ടി വരുന്നു. കാണുന്നതിന് വേണ്ടി വരുമ്പോൾ വലിയ സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സദസ്സിലുള്ള ആളുകളോട്, ബിൽഖീസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ രാജകുമാരി നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം. എന്ത് കൊടുക്കും? അവരവരുടെ നാട്ടിൽ അവരുടെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന അതേ സിംഹാസനം തന്നെ ഇവിടെ കൊണ്ടുവരണം. അവരിവിടെ വന്നത് കണ്ട് അത്ഭുതപ്പെടണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി അൻ തഖൂമ മിൻ മഖാമി. ഇഫ്രീത്ത് എന്ന് പറയുന്ന ഒരു ജിന്ന സദസ്സിൽ ഉണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സ് പിരിഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മൈലുകൾ കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള ആ സിംഹാസനം ഞാൻ ഇവിടെ കൊണ്ടുവരാം. കാരണം ജിന്നുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതുപോലെ ഹദീസുകളിൽ ജിന്നുകളുടെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. എല്ലുകൾ ജിന്നുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരെ തടഞ്ഞു എല്ലുകളുടെ മുകളിൽ മൂത്രമൊഴിക്കുന്നതിൽ നിന്നും. മരങ്ങളുടെ ചുവട്ടിലും എല്ലുകളുടെ മുകളിലും ഈ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജീവികളുടെയും ഒക്കെ വേസ്റ്റായിട്ട് കിടക്കുന്ന എല്ലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും സാധാരണ കാണുകയില്ല. പണ്ട് സാധാരണ പ്രദേശങ്ങളിലൊക്കെ അതിങ്ങനെ കിടക്കുമായിരുന്നു. അതിന്റെ മുകളിൽ മൂത്രമൊഴിക്കരുത്. കാരണം വൃക്ഷത്തിന്റെ ചുവട്ടിൽ മൂത്രമൊഴിക്കുന്നത് അത് ആ വൃക്ഷവുമായി ബന്ധപ്പെട്ട അതിന്റെ ഫലങ്ങൾ എടുക്കുന്ന അതിന്റെ ചുവട്ടിൽ ഇരിക്കാൻ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എല്ലിന്റെ മുകളിൽ മൂത്രമൊഴിക്കുന്നത് അത് ഭക്ഷണമാക്കുന്ന ജിന്നുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജിന്നുകൾ പരസ്പരം വിവാഹം കഴിക്കും. പണ്ഡിതന്മാര് പറയുന്നത്
ജിന്നുകൾക്ക് ആയിരക്കണക്കിന് വർഷത്തെ ആയുസ്സുണ്ട്. ജിന്നുകളുടെ മുലകുടി പ്രായം 40 വർഷമാണെന്നാണ്. ജിന്നുകൾക്ക് പ്രായപൂർത്തിയാകുന്നത് 180 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. വിവാഹം കഴിക്കാറുണ്ട് അവര് പരസ്പരം. നമ്മളെപ്പോലെ തന്നെ പല മതങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ ഇടയിലുണ്ട് എന്ന് മാത്രമല്ല, ആദ്യകാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം മനുഷ്യരും ജിന്നുകളും തമ്മിൽ വിവാഹം നടക്കുന്നതിനെ കുറിച്ച് നമ്മളുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ചർച്ചയുണ്ട്. അപൂർവമായിട്ടെങ്കിലും മനുഷ്യരും ജിന്നുകളും തമ്മിൽ വിവാഹം കഴിച്ച ചരിത്ര രേഖകളും കാണാൻ സാധിക്കും. ബൈബിളിലും ഖുർആനിലും ഒക്കെ പറയുന്ന ഈ ബിൽക്കീസ് രാജ്ഞിയുടെ പിതാവിനെ കുറിച്ച് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ബിൽക്കീസ് രാജ്ഞിയുടെ പിതാവ് മനുഷ്യനും മാതാവ് ജിന്നുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ ഫത്വ ചോദിച്ച് കത്തെഴുതി. ആദ്യകാലത്താണ്. ആ ഫത്വ എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ജിന്ന് പ്രത്യക്ഷപ്പെട്ടു. ഈ വിവാഹം സാധുവാകുമോ ഇല്ലയോ? പണ്ഡിതന്മാരുടെ അഭിപ്രായം സാധുവാകുകയില്ല എന്നാണ്. സാധുവാകുകയില്ല എന്ന് നിയമം പറയണമെങ്കിൽ വിവാഹം നടക്കാം, പരസ്പരം ഇണചേരാം, അതിലൂടെ കുട്ടികൾ ഉണ്ടാകാം എന്നതുകൊണ്ടാണ് വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ജിന്നുകൾ സാധാരണഗതിയിൽ പല വിഭാഗം ജിന്നുകളുണ്ട്. മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ താമസിക്കാറില്ല. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ഡോക്ടർ ഈസാ ദാവൂദ് എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ജിന്നുകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു മുസ്ലിം ജിന്നുമായി അഭിമുഖം നടത്തി ഒരു ഇന്റർവ്യൂ ആയിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തതാണ്. ഹിവാറുൻ സഹ്ഫിയുൻ മഅ ജിന്നിയ്യിൻ മുസ്ലിമിൻ. അറബിയിൽ ഇറങ്ങിയതാണ്. ലോകത്തെ എല്ലാ ഭാഷയിലേക്കും അത് ട്രാൻസ്ലേഷൻ ചെയ്തു. ആ പുസ്തകത്തിൽ അദ്ദേഹം ജിന്നുകളോട് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് ഒക്കെ ചോദിക്കുന്നുണ്ട്. വിശദമായിട്ട് അതിൽ മറുപടി പറയുന്നത് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങളിൽ ജിന്നുകൾ അങ്ങനെ വന്ന് താമസിക്കാറില്ല. മരുഭൂമിയിലും കാടുകളിലും വലിയ വലിയ മലകളിലും ചില ജിന്നുകൾ വെള്ളത്തിന്റെ അടിയിലും കടലിലുമാണ് താമസിക്കുന്നത്. മനുഷ്യർ സാധാരണ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സന്ധ്യ സമയത്ത് ബീച്ചിന്റെ അടുക്കലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സന്ധ്യ സമയങ്ങളിൽ നമ്മൾ ഈ വാഗമണ്ണും മൂന്നാറും ഒക്കെ പോയി ഇരുട്ട സമയത്ത് ഒറ്റപ്പെട്ട് ഈ മലയുടെ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് യാത്ര കഴിഞ്ഞ് പിന്നീട് വരുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ പലർക്കും അനുഭവമുണ്ട്. ജിന്നുകൾ മനുഷ്യർ സാധാരണ പകലിൽ അധ്വാനിക്കുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു. അള്ളാഹു അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. വമിൻ ആയാത്തിഹി മനാമുകും ബില്ലൈൽ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ രാത്രിയെ തന്നു, പണിയെടുക്കാൻ പകലിനെ തന്നു. ജിന്നുകൾക്ക് നേരെ തിരിച്ചാണ്. അവര് പകല് വിശ്രമിക്കും, രാത്രിയിലാണ് അവർ വെളിയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇരുട്ട് ശക്തമാകുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ ജിന്നുകൾക്കും പിശാചുക്കൾക്കും ശക്തി കൂടുന്നത്. നമ്മുടെയൊക്കെ പൂർവികന്മാരൊക്കെ പല പേരിൽ പല ചാത്തന്മാരെയും പല പിശാചുക്കളെയും ജിന്നുകളെയും ഒക്കെ കണ്ട കഥകൾ ഒരുപാട് പറയാറുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഒക്കെ വന്ന് എല്ലായിടും വെട്ടവും വെളിച്ചവും ഒക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പിശാചുക്കളെ കുറിച്ച്, പിശാച് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസ പ്രകാരം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ് ഭൂമിയിലേക്ക് തിരിച്ചു വരികയും സന്ദർശിക്കുകയും ഹൈന്ദവ വിശ്വാസ പ്രകാരം അവൻ ആ ജന്മത്തിൽ ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും അടിസ്ഥാനത്തിൽ വേറെ ഏതെങ്കിലും ഒരു ജീവിയിലായി പുനർജനിക്കുകയും ചെയ്യുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ ആത്മാവുകളെ, പ്രേതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് പാരാസൈക്കോളജി. പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു പഠന മേഖലയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയം ആത്മാവുകളാണ്. നമ്മളുടെ ഭാഷയിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ മരിച്ചുപോയ മനുഷ്യരെ പോലെ അഭിനയിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ജിന്നുകളെ കുറിച്ചാണ്. ഇന്ത്യയിൽ 2009 IPS ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ സ്ഥാപകൻ പൈലറ്റായി ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഏതോ നാട്ടിൽ താമസിക്കാൻ പോയ ഒരു വീട്ടിൽ ഇങ്ങനെ പ്രേതങ്ങളുണ്ട് എന്ന് കേട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചിന്ത അതിലേക്ക് പോയി. പൈലറ്റ് ജോലി ഉപേക്ഷിച്ചു. മുഴുവൻ സമയവും
പാരാനോർമലായ അഥവാ നമ്മളുടെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും സാധാരണ കാണാനും കേൾക്കാനും പറ്റാത്ത ശക്തികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ഗൗരവ് തിവാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2009 ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി കളഞ്ഞിട്ട് ഇത് ആരംഭിച്ചു. 2016 ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുളിക്കാൻ വേണ്ടി കയറുന്നു. ബാത്റൂമിൽ നിന്ന് ഒച്ച കേൾക്കുന്നു. ഭാര്യയും ബന്ധുക്കളും പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. കഴുത്തിൽ കറുത്ത പാടുണ്ട്. അന്നത്തെ പത്രങ്ങളൊക്കെ 2016 പത്രങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രേതം കൊന്നു എന്നാണ് വാർത്ത കൊടുത്തത്. മരിക്കുന്നതിന് കുറെ നാൾ മുമ്പ് ഏതോ അദൃശ്യ ശക്തി അദ്ദേഹത്തെ പിന്തുടരുന്നു എന്ന് അദ്ദേഹം നിരന്തരം പറയാറുണ്ടായിരുന്നു. ഈ IPSന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന 6 കൊല്ലം ഏതാണ്ട് 5000-ഓളം പ്രേതങ്ങൾ ഉണ്ട് എന്ന് ആളുകൾ അനുഭവിച്ച സ്ഥലങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും അദ്ദേഹം പോയി അതിനെ ചികിത്സിച്ചിട്ടുണ്ട്. ഒരു ദിവസം 500 കോളും 500 ഇമെയിലുമാണ് ഞങ്ങൾ പ്രേതത്തെ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റാർക്കും കാണാൻ പറ്റാത്ത സാധനങ്ങളെ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഇന്ന ആള് മറ്റു ഭാഷ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ച ആള് ശരീരത്തിൽ കയറി എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് 2009 മുതൽ 2016 വരെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം വരെ ദിവസവും 500-ലധികം കോളുകൾ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ചെല്ലുമായിരുന്നു. ഇത് ഇന്ന് ലോകത്ത് അമേരിക്കയിലൊക്കെ പാരാസൈക്കോളജിയിൽ ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഈ പ്രേതങ്ങളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. ജിന്നുകൾ സാധാരണ താമസിക്കുന്നത് വലിയ പല വിഭാഗം ജിന്നുകളുണ്ട്. അതിലെ ശക്തരായ ജിന്നുകൾ മനുഷ്യരുമായി സാധാരണ ഇടപഴകുകയില്ല. അവരൊന്നെങ്കിൽ മലയുടെ മുകളിലായിരിക്കും. നമ്മൾ ഈ വിജനമായി കിലോമീറ്ററുകൾ നീളത്തിൽ മനുഷ്യൻ എത്താത്ത മലകൾ ലോകത്തുണ്ട്. റഷ്യയില് കാരാക്കോറ മൗണ്ടൈൻ റേഞ്ച് എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അതിൽ 2011 ആഴത്തിലുള്ള ഒരു ഷാഫ്റ്റ് കണ്ടെത്തി. ആർത്തർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അത് കണ്ടെത്തിയത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗുഹകൾ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹവും 6 ശാസ്ത്രജ്ഞന്മാരും കൂടെ ഈ പ്രദേശത്ത് മലയുടെ മുകളിൽ ചെറിയൊരു ദ്വാരം, ഒരു വാതിൽ കണ്ടു. ഇന്നും ലോകത്ത് മനുഷ്യന്റെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ടെക്നോളജികൾ കൊണ്ട് ഏതാണ്ട് 100 അടിയോളം ആഴം വരെ അവരളന്നു. 100 അടിയോളം ആഴത്തിൽ താഴോട്ടുള്ള അതിന്റെ ഉള്ളിൽ ഒരു ലോകം തന്നെയുള്ള ഒരു ഷാഫ്റ്റാണ് അദ്ദേഹം കണ്ടെത്തിയത്. ആ കുഴിയിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ വിശാലമായ സ്ഥലങ്ങൾ, ഡോറുകൾ, ചെറിയ ചെറിയ ഗുഹകൾ, ഇരിക്കുന്ന സ്ഥലങ്ങൾ. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഈജിപ്തിലെ പിരമിഡുകളുടെ ഉള്ളിൽ കാണുന്ന ഗ്രാനൈറ്റിന്റെ ബ്ലോക്ക് കൊണ്ട് 100 ടൺ വെയിറ്റുള്ള കട്ടകൾ കൃത്യമായി ഇന്ന് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് നല്ല ഒരു മേസ്തരി പണിയാൻ പറ്റാത്ത രീതിയിൽ ആഴത്തിൽ ഒരു ലോകം തന്നെ അതിന്റെ ഉള്ളിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹം അതിന്റെ താഴോട്ട് ടോർച്ചടിച്ച് നോക്കി. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇൻഫിനിറ്റായി ആ വെട്ടം എങ്ങും തട്ടാത്ത രീതിയിൽ പോവുകയാണ്. 100 മീറ്റർ വരെ അതിലെ സാധാരണ മനുഷ്യൻ കുഞ്ഞിന് പോലും കയറാൻ സാധിക്കുകയില്ല, അത്ര ചെറിയ ഹോളാണ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റി രൂപീകരിച്ച്, ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ച്, നമ്മൾ താമസിക്കുന്ന സമയത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മളുടെ വീട്ടിലും നമ്മളുടെ നാട്ടിലും ചന്തയിലും ഒക്കെ ഉണ്ടോ, അതേ സംവിധാനങ്ങളൊക്കെ അതിന്റെ അടിയിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നു. അത് 100-ഉം 1000-ഉം ടണ്ണുള്ള കല്ലുകൾ കൃത്യമായി, നമ്മൾ സാധാരണ 2 കല്ലുകൾ ചേർത്ത് അത് സിമെന്റോ മറ്റോ ചേർത്ത് ഒട്ടിക്കും. ഇങ്ങനത്തെ 100-ഉം 200-ഉം ടണ്ണുള്ള കല്ലുകൾ ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര കൃത്യതയോടെന്ന് വെച്ചാൽ ഒരു മുടി, ഒരു രോമം പോലും ഇടയിൽ കയറാത്ത രീതിയിൽ വിടവുകളില്ലാതെ കൃത്യമായി ഇന്ന് ലോകത്തെ ഏറ്റവും നിപുണനായ ഒരു എഞ്ചിനീയറിന് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പണിയാൻ പറ്റാത്ത രീതിയിൽ പണി വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും പ്രകൃതിയിൽ തനിയെ ഉണ്ടായതല്ല, മനുഷ്യനല്ലാത്ത, മനുഷ്യനേക്കാൾ ശാരീരിക കഴിവുള്ള മറ്റേതോ ജീവികൾ ഉണ്ടാക്കിയതാണ്. നിർഭാഗ്യവശാൽ 2011 കാരാക്കോറ മൗണ്ടൈൻ റേഞ്ചിൽ ഇത് കണ്ടെത്തിയ ആർത്തറിന്റെ കൂടെ ഉണ്ടായിരുന്ന 6 ഗവേഷകരും ദുരൂഹമായ സാഹചര്യത്തിൽ എല്ലാവരും മരിച്ചുപോയി. ഇങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ ജിന്നുകൾ താമസിക്കുന്നതായിരിക്കും. ഇന്നും ലോകത്ത് ശാസ്ത്രത്തിന് ഒരു വിശദീകരണവും നൽകാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് നമ്മൾ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയും. നോർത്ത് അമേരിക്കയോട് ചേർന്ന് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏതാണ്ട് 5 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയിൽ ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിൽ ഒരു ഭാഗമുണ്ട്. അതിന്റെ മുകളിലൂടെ വിമാനം പറക്കുകയില്ല, കപ്പലുകൾ പോവുകയില്ല. കപ്പലോ വിമാനമോ അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങിക്കളയും.
1900-ന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയതും അതിലെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും. ഈ 100 വർഷത്തിന്റെ ഇടയിൽ 1000 മനുഷ്യരെങ്കിലും അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. 1918 ആദ്യമായി അമേരിക്കയുടെ ഒരു വലിയ ചരക്ക് കപ്പൽ അതുവഴി പോയി. ആ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം വലിച്ചെടുക്കും. 300ഓളം ജീവനക്കാരുമായി പോയ കപ്പലിന്റെ അവശിഷ്ടം ഇന്നും എവിടാണെന്ന് പോലും ആർക്കും അറിയുകയില്ല. 1945 അമേരിക്കയുടെ ഒരു വിമാനം ആ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായി പോയി. അന്ന് അമേരിക്ക 5 ഫൈറ്റർ ജെറ്റുകൾ, ലോകത്തെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഫൈറ്റർ ജെറ്റുള്ള അമേരിക്ക 5 ഫൈറ്റർ ജെറ്റുകളും ഏതാണ്ട് 27ഓളം പട്ടാളക്കാരെയും കാണാതെ പോയ വിമാനം ആ പ്രദേശത്ത് തപ്പുന്നതിന് വേണ്ടി അയച്ചു. ഇന്നും ലോകത്ത് ആർക്കും അറിയുകയില്ല ആ 27 പട്ടാളക്കാരും ആ ഫൈറ്റർ ജെറ്റിൽപ്പെട്ട ആളുകളും ആ ഫൈറ്റർ ജെറ്റും എവിടെയാണെന്ന്. അതുവഴി പോകുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും എല്ലാം അത് അതിലേക്ക് ആവാഹിച്ചെടുക്കും. അതിന്റെ ഉള്ളിലേക്ക് പെടുന്ന മനുഷ്യന്റെ അവശിഷ്ടം പോലും ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല. ക്രിസ്റ്റഫർ കൊളംബസ് അതിന് 300 കൊല്ലം മുമ്പ് അമേരിക്കയിലേക്ക് വരുന്ന തന്റെ യാത്രാ വിവരണം എഴുതുന്ന സ്ഥലത്ത് ആ പ്രദേശത്തു കൂടി പോയപ്പോൾ ആകാശത്ത് നിന്ന് തീഗോളങ്ങൾ അവിടെ വീഴുന്നതായി കണ്ടു. ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ കോമ്പസുകൾ വർക്ക് ചെയ്യാത്തതായി അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രതിഭാസമാണ് ബെർമുഡ ട്രയാങ്കിൾ. ഏതാണ്ട് 5 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയിൽ ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിൽ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ പ്രദേശം. അതിന്റെ മുകളിലൂടെ ഫ്ലൈറ്റ് പോയാലും കപ്പൽ പോയാലും പിന്നെ വെളിയിലേക്ക് വരാൻ സാധിക്കുകയില്ല. അതിൽ പെട്ടുപോയ മനുഷ്യനെ കുറിച്ച് ഒരറിവും ലഭിക്കുകയില്ല. ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബ്രൂസ് ജൂനിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പൈലറ്റ്. അദ്ദേഹം തന്റെ പിതാവുമായി തന്റെ സ്വകാര്യ വിമാനത്തിൽ മിയാമിയിൽ നിന്ന് പറന്നു തുടങ്ങി. ആ പ്രദേശത്തെത്തുമ്പോൾ സാധാരണ കാണാത്ത രീതിയിൽ 500 അടി മുകളിൽ അദ്ദേഹം ഒരു മേഘം കാണുന്നു. ആ മേഘത്തിന്റെ ഉള്ളിൽപ്പെട്ട അദ്ദേഹത്തിന് ഒരു നിലയ്ക്കും വെളിയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല. അകപ്പെട്ടു പോയി. എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം പറത്തിയ വിമാനം അതിൽ നിന്ന് എടുത്തെറിയപ്പെട്ടതുപോലെ വെളിയിലേക്ക് പോയി. വെറും 3/4 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ദൂരത്തേക്ക് അദ്ദേഹം എത്തി. ഫ്ലൈറ്റിന്റെ പെട്രോളും ഓയിലും കുറഞ്ഞിട്ടില്ല. ഇത് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളിന്റെ അവസ്ഥ. ഞാൻ ആദ്യം പറഞ്ഞ ഹിവാറുൻ സഖ്ഫിയുൻ മഅ ജിന്നിയിൻ മുസ്ലിമിൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ജിന്നുമായി, മുസ്തഫ കഞ്ചൂർ എന്നാണ് ആ ജിന്നിന്റെ പേര്, ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് ജിന്നുകൾ താമസിക്കുന്ന പ്രദേശമാണ്, മനുഷ്യർക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ ലോകത്ത് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അങ്ങനത്തെ പ്രദേശങ്ങളിലാണ് ശക്തരായ ജിന്നുകൾ താമസിക്കുന്നത്. സാധാരണ മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ വരാറില്ല. അപൂർവമായി നമ്മളുടെ മക്ബറകളിൽ, ഈ ഖബർസ്ഥാൻ, പൊതു ഖബർസ്ഥാനിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. 2 കാരണങ്ങളുടെ പേരിലാണ്. ഒന്ന്, എല്ലുകളാണ് അവരുടെ ഭക്ഷണം. ശവപ്പറമ്പാവുമ്പോൾ എല്ല് ഒരുപാട് കാണും. 2, ചില സന്ദർഭങ്ങളിൽ ഈ മക്ബറയുടെ അടുക്കലേക്ക് പോകാൻ മനുഷ്യർക്ക് പേടിയാണ്. മനുഷ്യരെ പേടിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷപ്പെടും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ ഒരു വലിയ ഖബർസ്ഥാൻ ഉണ്ട്. ആ ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ പോകുന്ന ആളുകൾ തീയും വികൃതമായ രൂപങ്ങളുമൊക്കെ സ്ഥിരമായി കാണാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് രാത്രി സമയത്ത് ആ പ്രദേശത്തു കൂടി യാത്ര വിലക്കിക്കൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കിയതായി കാണാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഇടയിലൊക്കെയുള്ള ചില ജിന്നുകളുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ പോലെ മതങ്ങളുള്ള, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെയുള്ള, നല്ലവരും ചീത്തവരുമുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്നവരും ധിക്കരിക്കുന്നവരും കള്ളം പറയുന്നവരും സത്യം പറയുന്നവരും ഒക്കെയുള്ള ഒരു വിഭാഗമാണ് ജിന്നുകൾ. അവർക്കും നമ്മളെ പോലെ വിചാരണ കാണും. അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയാൻ സ്ഥിരപ്പെട്ട ഹദീസുകളൊന്നും ഖുർആനൊന്നും വന്നിട്ടില്ല. പക്ഷെ അവർ നരകത്തിൽ പോകുമെന്ന് പറയാൻ പറ്റുന്ന ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാനും നാം ഓരോരുത്തർക്കും ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ